നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത് ജി. വന്ദേ മാതരം. വന്ദേ മാതരം. ഇന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിയപ്പോൾ വന്ദേ മാതരം പൂർണ്ണമായിട്ടും അവിടെ ചൊല്ലി. ലോക് ഭവനിൽ എല്ലാ ഖണ്ഡികയും ലോക് ഭവന്റെ നിർദ്ദേശം അത് ലോക് ഭവന്റെ പരിപാടിയായിരുന്നു, അല്ലാതെ സർക്കാരിന്റെ പരിപാടിയല്ലായിരുന്നു. ഇത് നിയമസഭാ സ്പീക്കറുടെ പരിപാടിയാണ്. നിയമസഭയ്ക്കകത്ത് എന്ത് നടന്നാലും ഉത്തരവാദിത്തം സ്പീക്കർക്ക് തന്നെയാണ്. സ്പീക്കറിനെ ആരായാലും സഭാനാഥൻ സ്പീക്കർ തന്നെയാണ്. കൃത്യമായിട്ടും ഗവർണർ പങ്കെടുക്കുന്ന നയപ്രഖ്യാപന പരിപാടി ആയതുകൊണ്ട് തന്നെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേതും പോലെ ഇവിടെയും വന്ദേ മാതരം പൂർണ്ണ തോതിൽ ആലപിക്കണമെന്ന് അതെ ലോക് ഭവനിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വി.ഡി. സതീശന് ഇനിയും പിണറായി വിജയനെ പേടി തീർന്നില്ല എന്ന് തോന്നുന്നു. സതീശന്റെ ഓഫീസിൽ നിന്നുമാണ് നോട്ട് പോയത്, വേണ്ട 6 വരി മതിയെന്ന്. ആദ്യത്തെ അതെ, അങ്ങനെ അതങ്ങ് സ്പീക്കർ അങ്ങനെയാണോ? സ്പീക്കർ അത് അങ്ങനെ കീഴ്വഴക്കമുണ്ടോ? സ്പീക്കറല്ലേ സഭാനാഥൻ, അതോ മുഖ്യമന്ത്രി ഓഫീസാണോ തീരുമാനിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല. പാർലമെന്ററി കാര്യ മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന് ഇടപെടാം. അതുപോലെ സ്പീക്കറാണ് ഈ കാര്യത്തിൽ അവസാന വാക്ക്. മന്ത്രി ഇടപെട്ടാലും തീരുമാനം അവിടെ ഒരു വാച്ചൻപാട് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ അനുകൂലിച്ച് കാണും. അതെ, പക്ഷെ അത് ഗുരുതരമായ തെറ്റാണ്, ചട്ടലംഘനമാണ്. മാത്രമല്ല ദേശീയ ഗീതത്തെ അപമാനിക്കലും കൂടി. തുടക്കത്തിലെ തിരുവഞ്ചൂരിന് പാളി. അതെ, ഇനി എന്താണാവോ? അത് വാസ്തവത്തിൽ പിണറായിയുടെ മാത്രം സമ്മർദ്ദമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിണറായിയേക്കാൾ കൂടുതൽ ലീഗിന്റെ സമ്മർദ്ദം അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ രീതിയിൽ ഇപ്പോൾ UDFനെ പിന്തുണച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് പല രീതിയിൽ പല നരേറ്റീവുകൾ സൃഷ്ടിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്തുണ നേടിയെടുക്കാൻ ഈ ഇടത് വലത് മുന്നണികൾ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് അത് കേരളത്തിൽ 25 അതിൽ കൂടുതൽ വർഷങ്ങളായി. പക്ഷെ എങ്കിലും നമ്മൾ ഈ ഒരു മറയുമില്ലാതെ ഈ നഗ്നമായ മുസ്ലിം പ്രീണനം നടത്താൻ ഇടത് വലത് മുന്നണികൾ മത്സരിക്കുന്ന കാഴ്ച 1998 ശേഷം, കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അതിനു മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഒരു വർഗീയ ശക്തികളുമായിട്ടും കൂട്ടുകൂടണ്ട എന്നുള്ളതായിരുന്നു. ആ നിലപാടിൽ അവർ ഉറച്ചു നിന്നു. അതുകൊണ്ട് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും അവരുടെ പ്രകടന പത്രികയ്ക്കും അനുസരിച്ച് വോട്ട് ചെയ്യുന്നെങ്കിൽ മതി, ആയിക്കോട്ടെ. അങ്ങനെയായിരുന്നു. പക്ഷേ മലപ്പുറത്തെയും ഒക്കെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റികളുടെയും അവരുടെ മാനേജ്മെന്റ് സ്കൂളിലൊക്കെ നമ്മുടെ ദേശീയ ഗാനം പാടുന്നത് അത് അവർ പാടില്ലേ? അത് പാടും. അതേ നിയമപരിരക്ഷയാണല്ലോ വന്ദേ മാതരത്തിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാണ്, നിയമമാണ്, ഭാരതത്തിന്റെ നിയമമാണ്, ഏത് സംസ്ഥാനത്തിലും ആചരിക്കേണ്ടതാണ്. അപ്പൊ പിന്നെ എന്താണ് അവർക്ക് ബുദ്ധിമുട്ടില്ല? അല്ല, അത് ബുദ്ധിമുട്ട് ഈ ദേശീയ ഗാനം പാടുന്നത് ദേശീയ ഗാനത്തിന് വിലക്കൊണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏതെങ്കിലും സ്കൂളുകാർ ചെയ്തതായിട്ട് വാർത്തകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. പക്ഷെ പണ്ട് ദേശീയ ഗാനത്തെ അപമാനിക്കുന്ന പല നടപടികളും ഉണ്ടായിട്ടുണ്ട്. ദേശീയഗാനം പാടുമ്പോൾ ബഹുമാനിക്കാതെ ഇരിക്കുക, പിന്നെ അതിനെ ആദരിക്കാതിരിക്കുക. മറ്റേത് നമ്മൾ ദേശീയഗാനം പാടുമ്പോൾ എണീറ്റ് അറ്റൻഷനായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അത് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണ്ട എന്ന് തീരുമാനിച്ച് ചില ആൾക്കാരൊക്കെ, ഇപ്പം നമ്മുടെ ഈ സിനിമാ തിയേറ്ററുകളിൽ ദേശീയഗാനം മുമ്പുണ്ടായിരുന്നു, അവസാനിക്കുമ്പോൾ ദേശീയഗാനം പാടും. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് ദേശീയഗാനത്തെ അപമാനിക്കുന്ന ചില നടപടികൾ അന്നുണ്ടായി. അതിനുശേഷം ഇപ്പോൾ മലപ്പുറത്തടക്കമുള്ള മുസ്ലിം സ്കൂളുകളിൽ അങ്ങനെ ദേശീയഗാനത്തെ അപമാനിക്കുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വന്ദേ മാതരത്തിന് ഒരു അപ്രഖ്യാപിത വിലക്ക് കേരളത്തിൽ, ഞാൻ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് വന്ദേ മാതരം സ്വീകരിക്കുന്നതിനും ആലപിക്കുന്നതിനും അതിനെ ബഹുമാനിക്കുന്നതിനും ഒന്നും എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആകെ ഇത് പറഞ്ഞത് ഉദയനിധി സ്റ്റാലിനാണ്. അത് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ വാക്കിന് പഴയ ചാക്കിനും ഒരുപോലെയാണ് വില. ഇവിടെ കേരളത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ വന്ദേ മാതരം ആലപിക്കുമ്പോൾ എഴുന്നേൽക്കേണ്ട കാര്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ പറയുക.
ഈ സത്യത്തിൽ ഈ പിണറായി വിജയനൊക്കെ നമ്മുടെ നിയമസഭയ്ക്കകത്ത് കാലെടുത്ത് വെക്കാനുള്ള അർഹതയുണ്ടോ, യോഗ്യതയുണ്ടോ? ഒരു രാജ്യത്തിൻ്റെ ദേശീയ ഗീതത്തെ പിന്നെന്താ ഈ മാർക്സിസ്റ്റ് ഇതാണോ പാടേണ്ടത്, ചൊല്ലേണ്ടത്? അതുകൊണ്ടാണ് വി ശിവൻകുട്ടി സ്വയം തോറ്റത്. അല്ല, തോൽപ്പിച്ചതല്ല, സ്വയം തോറ്റതാണ്. കാരണം രാജ്ഭവനിൽ നിന്നും ഭാരതാംബയുടെ ചിത്രം കണ്ട് നിലവിളക്ക് കണ്ട് ഇറങ്ങി ഓടിയാണ് രാജ്ഭവനിൽ നിന്നും. അല്ല, അവർക്ക് സത്യത്തിൽ നമുക്കിപ്പോ ഈ വന്ദേമാതരത്തെ സംബന്ധിച്ച വിവാദം തുടങ്ങുന്നത് നമുക്കറിയാം. ഇത് വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ ഈ പരിരക്ഷ കൊണ്ടുവന്നതും നിർബന്ധമായിട്ട് ഇത് ആലപിക്കണമെന്ന് നിയമം കൊണ്ടുവന്നതും ഒക്കെ അങ്ങനെയാണ്. 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ നെഹ്റു കൊണ്ടുവന്ന ഒരു പ്രമേയമാണ് വന്ദേമാതരത്തെ വെട്ടിമുറിച്ചത്. ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം പാടിയാൽ മതി, അവസാനത്തെ ഭാഗങ്ങൾ പാടണ്ട. അതിനകത്ത് ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നൊക്കെയുള്ള ശബ്ദങ്ങളുണ്ട്. അത് മറ്റു മതക്കാർക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേദനയുണ്ടാക്കും, അതുകൊണ്ട് അത് പാടാൻ അവരെ നിർബന്ധിക്കണ്ട എന്നൊക്കെയാണ് നെഹ്റുവിൻ്റെ കണ്ടെത്തൽ. സത്യത്തിൽ 1937 വന്ദേമാതരത്തെ വെട്ടിമുറിച്ച അതേ നെഹ്റുവാണ് 1947 രാജ്യത്തെയും വെട്ടിമുറിച്ചത്, അല്ലേ? വാസ്തവത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ഈ മുസ്ലിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആകട്ടെ എന്ന് വെച്ചാൽ പോരായിരുന്നോ കോൺഗ്രസ്? അതുകൊണ്ട് ജിന്ന ഇവിടെ ഇത്രയും വർഷം മുഗളന്മാർ ഭരിച്ചു, എന്താ ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം എടുത്ത് അറബിക്കടലിൽ ചാടി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചിന്തിച്ചത് നെഹ്റു തന്നെയല്ലേ? ഒരു മുസ്ലിമായിട്ടുള്ള പ്രധാനമന്ത്രി വരണ്ട. അതായത് ജിന്ന ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് ഞാൻ അംഗീകരിക്കില്ല, അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള സ്റ്റാൻഡ് നെഹ്റുവിൻ്റെതായിരുന്നു. ഇവിടുത്തെ ഹിന്ദുക്കളല്ല അതിനെ എതിർത്തുകൊണ്ട് വന്നത്. വാസ്തവത്തിൽ ജിന്ന ഒരു നിരീശ്വരവാദിയും ഇപ്പം ഈ പറഞ്ഞതുപോലെ ശരിക്കും ഒരു വെസ്റ്റേൺ സ്വഭാവമുള്ള ആളായിരുന്നു. അങ്ങനെ അഡമൻ്റായ ഒരു യാഥാസ്ഥിതിക മുസ്ലിം ആയിരുന്നില്ല ജിന്ന, മുഹമ്മദ് അലി ജിന്ന. ഇരിക്കട്ടെ, നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിവിശേഷങ്ങളല്ല ഇവിടുത്തെ. അപ്പോൾ 37 വന്ദേമാതരത്തെ എങ്ങനെ വെട്ടിമുറിച്ചോ അതേ ടോണിലാണ് 1947 10 വർഷത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാജ്യത്തെയും വെട്ടിമുറിക്കപ്പെട്ടത്. ഈ ഒരു വെട്ടിമുറിക്കൽ തന്ത്രം അത് ഇപ്പോഴും തുടരുകയാണ്. ആരുടെ പേരിൽ? മുസ്ലിങ്ങളുടെ പേരിൽ. മുസ്ലിങ്ങളെ എന്തോ ഒരു വലിയ ഇതാക്കി, മുസ്ലിങ്ങൾ ഇത് അംഗീകരിക്കില്ല, മുസ്ലിങ്ങൾക്ക് ഇത് പാടാൻ കഴിയില്ല. ഇത് പറയുന്നത് ആരാ? മുസ്ലിങ്ങൾ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, പാണക്കാട് തങ്ങളോ മുസ്ലിം ലീഗിലെ ഒരു അംഗമോ ഒക്കെ ഇത് പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു ആശങ്കയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഞങ്ങൾക്കിത് പാടാൻ കഴിയില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ നമുക്കത് അയാളുടെ വ്യക്തിപരമായ ഒരു വിഷയമായിട്ട് മനസ്സിലാക്കാം. ഇതാരാ പറയുന്നത്? ഇത് പറയുന്നത് മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ ഇടതു വലത് മുന്നണികളാണ്. അതായത് പിണറായി വിജയനും അതുപോലെ തന്നെ അപ്പുറത്ത് വി ഡി സതീശനെ പോലെയുള്ളവരും ഒക്കെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നെങ്കിലും നേരത്തെ അദ്ദേഹം ഇതിനെ അനുകൂലിച്ചല്ല രംഗത്ത് വന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഉള്ള വിഷയം, ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കിടയിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലോ, അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ അറിഞ്ഞില്ല. അല്ല, വന്ദേമാതരം മുഴുവനും പാടുന്നതിൽ എന്താ കുഴപ്പം എന്നല്ല തിരിച്ചു ചോദിച്ചത്, ഞാൻ അറിഞ്ഞില്ല എന്നാണ്. അത് പാടുന്നതിനിടയ്ക്ക് കയറി എനിക്ക് തടയാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഒന്ന് തടഞ്ഞു നോക്കട്ടെ. ഞാൻ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും അത് തടയാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. തടഞ്ഞാൽ അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. തീർച്ചയാണ് ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും ഒന്നും അപമാനിക്കാൻ ആർക്കും, ഇന്ത്യൻ പ്രസിഡന്റിന് പോലും കഴിയില്ല. ഇവിടെ എന്തായാലും വ്യക്തമായൊരു മറുപടി അല്ല, ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 6 വരികൾ മാത്രം പാടിയാൽ മതി എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശുപാർശ ചെയ്യുകയും സ്പീക്കർ അത് അനുസരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദേശീയ ഗീതത്തോട് ചെയ്യുന്ന അനാദരവ് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഈ കാര്യത്തിൽ കേരള നിയമസഭ മറുപടി പറയേണ്ടി വരും. ഗവർണർക്ക് ഈ കാര്യത്തിൽ കൃത്യമായ അഭിപ്രായമുണ്ട്, അദ്ദേഹത്തിന് കടുത്ത അപ്രീതിയുണ്ട് എന്നാണ് ഗവർണർ തന്റെ അപ്രീതി പറയുകയും ചെയ്തത്. അതായത് ശരിയായില്ല, കാരണം ഇത് കടുത്ത നിയമലംഘനം തന്നെയാണ്. അല്ല, അതെന്താണെന്നറിയാമോ? ലോക്ഭവൻ നിർദ്ദേശിച്ചതാണ്. ഇനി അങ്ങോട്ട് നിയമസഭയിലുള്ള നടപടിക്രമങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. തീർച്ചയായിട്ടും പ്രസിഡന്റും പിന്നെ വൈസ് പ്രസിഡന്റും അതുപോലെ ഗവർണർമാരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ ആ പ്രോട്ടോക്കോൾ തീർച്ചയായിട്ടും പാലിക്കണം. അത് പാലിക്കാതിരിക്കുന്നതിൽ എന്താ പറയുക, ഗുരുതരമായ പിഴവാണത്. തീർച്ചയായിട്ടും അത് ഒരു നിയമപ്രശ്നവും കൂടിയാണ്.
അത് മാത്രമല്ല, ഈ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് ദേശീയ ഗീതം പാടുമ്പോൾ എഴുന്നേക്കണ്ടെന്ന്. ഞാനിങ്ങനെ വാർത്തകളിൽ കണ്ടത്, ഞാനത് നേരിട്ട് കണ്ടില്ല, വാർത്തകളിൽ കാണുന്നതാണ്. ട്രോളുകൾ വരുന്നു, എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അല്ല, അങ്ങനെയുള്ളവർ വീട്ടിൽ വിശ്രമിക്കണം. അവർ പ്രതിപക്ഷ നേതാവാകാനും MLA ആകാനും ഒന്നും വരാൻ പാടില്ല, ഒരു സംശയമില്ല. ഇനി അതിൻ്റെ പേരിൽ എന്ത് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാലും തയ്യാറാണ്, അത് അങ്ങനെ തന്നെ പറയും. അത് ഏത് പിണറായി വിജയനാണെങ്കിലും പറയും. അങ്ങനെയുള്ളവർ ദേശീയ ഗീതം പാടുമ്പോൾ, ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ ഇരുന്നാൽ മതി. അവർ പൊതുസേവനത്തിന് ഇറങ്ങണ്ട, അവർ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് MLA ആയിട്ട് വരണ്ട, അവർ പ്രതിപക്ഷ നേതാവാകണ്ട. ഈ അഹങ്കാരമൊക്കെ കാണിച്ചതിൻ്റെ ഫലമാണല്ലോ ജനം 26 സീറ്റിൽ അടിച്ചൊതുക്കി മൂലയ്ക്ക് ഇരുത്തിയത്. എന്നിട്ടോ അഹങ്കാരത്തിനൊന്നും കുറവില്ല. ഈ രാജ്യത്തിന് ഒരു സാംസ്കാരികമായ ഒരു പാരമ്പര്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളാണിതൊക്കെ. അതിനെ ആദരിക്കാൻ കഴിയാത്തവർ വാസ്തവത്തിൽ ഇന്ത്യൻ പൗരനല്ല. അതങ്ങ് നിങ്ങൾ ചൈനയിലോ ക്യൂബയിലോ ഒക്കെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ പോളണ്ടിൽ, ഇപ്പം പിന്നെ പോളണ്ടിൽ പോയി പറയാൻ പറ്റില്ല. ഇപ്പം പോളണ്ടിൽ പോയി കമ്മ്യൂണിസം എന്നുള്ളതിന്റെ പറഞ്ഞ അവന്മാർ തൂക്കിയാണ് നിരോധിച്ചു. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ നിരോധിച്ചു. സത്യത്തിൽ ഇത് ഇന്ത്യയിലും നിരോധിക്കേണ്ടതാണെന്നേ. ഇതിന് അല്ല, അങ്ങനെ ചോദ്യമുണ്ട്. സ്വയം നിരോധനം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അല്ല, ഇത് നിരോധിക്കാൻ മാത്രം എവിടെയാ ഉള്ളത്? കനലൊരു തരി കെട്ടു കരിയായി അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു അത് ദേശീയ ചിഹ്നങ്ങൾ. അത് ഇനിയിപ്പോൾ നാളെ BJP പറയുകയാണ് പിന്നെ വന്ദേമാതരം ഞങ്ങൾക്ക് 6 വരി പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഒരു സംശയവും വേണ്ട. BJPക്കല്ല, ആർക്കും. വന്ദേമാതരം എന്ന് പറയുന്നത് ഒരു മഹത്തായ മന്ത്രമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എന്താ പറയുക, ഉയിരേകിയ, അതിന് ജീവൻ കൊടുത്ത ഒരു മഹാമന്ത്രമാണ് വന്ദേമാതരം. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ആ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിലൂടെ പിറന്ന ആ മഹത്തായ ദേശഭക്തി ഗീതം അതൊരു മഹാമന്ത്രമായി സ്വാതന്ത്ര്യസമര സേനാനികളെ മുഴുവനും ആവേശം കൊള്ളിച്ചു. അവിടെ ജാതിയും മതമൊന്നുമില്ല. നോക്കൂ, 1906 ബംഗാൾ വിഭജിച്ചപ്പോൾ ആ വിഭജനത്തെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ടാണ് നേരിട്ടത്. ആ വിഭജനത്തെ നേരിടാൻ വന്ദേമാതരം ചെലുത്തിയ സ്വാധീനം എത്ര വലുതാണ്. ഈ പിണറായി വിജയനൊക്കെ വല്ല ചരിത്രവും അറിയൂ? ഇവരൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചത് എന്തിനാണ്? ഇവർക്കൊക്കെ വല്ല ചരിത്രം അറിയോ? ഈ ബ്രിട്ടീഷ്, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം തലകുനിച്ചത് ഇന്ത്യൻ ജനതയുടെ മുന്നിലാണ്, ബംഗാൾ ജനതയുടെ മുമ്പിലാണ്. ആ ബംഗാൾ ജനതയെ ഉണർത്തിയത് വന്ദേമാതരമാണ്. അവരുടെ മണ്ണ് വെട്ടിമുറിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ അവർ ചെറുത്തു തോൽപ്പിച്ചത് ഈ മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ടാണ്. വന്ദേമാതരം എന്ന അസമ്പൂർണമായിട്ടും അത് ആ ബംഗാൾ ജനതയെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ലാതെ ബംഗാൾ ജനതയെ ഒരുമിപ്പിച്ച് നിർത്തിയ ആ ദേശഭക്തി ഗീതം, ആ മഹാമന്ത്രം ഈ പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ട എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നമ്മുടെ നാടിന് അപമാനമാണ്. തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല, അപമാനമാണ്. ഈ രാജ്യത്തിന് അപമാനമാണ്. ഒരു ഇന്ത്യൻ പൗരനും അങ്ങനെ പറയാൻ പാടില്ല. മുഖ്യനും ഇതേ അവസ്ഥ. അത് പിന്നെയും നമുക്ക് സഹിക്കാം, 6 വരിയെങ്കിലും സ്വീകരിച്ചല്ലോ. മറ്റത് തികഞ്ഞ അനാദരവാണ്. ആ അനാദരവിന് സത്യത്തിൽ അതിന് യാതൊരു ക്ഷമാപണവും അതിന് നടത്തിയിട്ട് കാര്യമില്ല. അത് ഏറ്റവും കൊടിയ പാപമാണ്. നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ ഈ മണ്ണിനോട്, നമ്മുടെ സാംസ്കാരിക പൈതൃകത്തോട്, പാരമ്പര്യത്തോട് ഒക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഒരു സംശയവുമില്ല. അത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും അങ്ങനെ പറയില്ല. ദൈവഭയമുള്ള, സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന, സ്വന്തം മാതൃഭൂമിയെ സ്നേഹിക്കുന്നവർ, മാതൃഭാഷയെ സ്നേഹിക്കുന്നവരൊന്നും അത് പറയില്ല. അതേസമയം ഇതുപോലെയുള്ള ധർമ്മബോധമില്ലാത്ത, ആത്മാഭിമാനം, സ്വന്തം രാജ്യത്തെക്കുറിച്ച് അഭിമാനമില്ലാത്ത, സ്വന്തം സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അഭിമാനമില്ലാത്ത ഇത്തരം ആൾക്കാർ മാത്രമേ ഇതൊക്കെ പറയുള്ളൂ. അവർക്കിതൊക്കെ ഭൂഷണമാണ്. അവർക്കൊരിക്കലും, അതുകൊണ്ടാണ് ഈ മണ്ണിൽ ഒരു വേര് പോലും ഇല്ലാതെ ഇന്നത് പിഴുതെറിയപ്പെടുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, പണ്ട് വലിയ കമ്മ്യൂണിസ്റ്റായ വർഗീസ് വൈദ്യൻ പറഞ്ഞതാണ്. വർഗീസ് വൈദ്യൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അദ്ദേഹത്തിൻ്റെ മകൻ ചെറിയാൻ കൽപ്പകവാടിയാണ് അത് എഴുതി പൂർത്തിയാക്കിയത്. ആ വർഗീസ് വൈദ്യൻ പറയുന്നുണ്ട്, ഈ ഇന്ത്യൻ സംസ്കാരത്തോട്, ഭാരതീയ പാരമ്പര്യത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖം തിരിച്ചു നിന്നതാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേര് പിടിക്കാതെ പോയതിൻ്റെ കാരണം. മറിച്ച് ഈ പാരമ്പര്യത്തെ, ഈ സാംസ്കാരിക വൈവിധ്യത്തെ, ഈ ധാർമ്മികതയെ, അതിനെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ
അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടേതാക്കി മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചേനെ എന്ന് പറഞ്ഞത് വർഗീസ് വൈദ്യനാണ്. ആ ഉൾക്കാമ്പ്, ആ ഒരു ദൃഷ്ടി അത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ലാതെ പോയി. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. ദേശീയ ഗീതത്തെ അപമാനിച്ചാൽ അതിന് കൃത്യമായ മറുപടി കിട്ടേണ്ടിടത്തുനിന്ന് കിട്ടും. തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരും ഗവർണറും അത് വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതിന് കാരണക്കാരായവരെ ഉചിതമായി മാതൃകാപരമായി അവർക്കെതിരെ നടപടിയെടുക്കണം.